ഹൽദിക്കുള്ള ഡ്രസ്സാട്ടോ അത്. തൽക്കാലം നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നല്ലോണം ടൈറ്റായിപ്പോയി, അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ആക്കുകയാണ്. ഇവിടുത്തെ ഫറോക്കാണ് ഇവിടെ. ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അവിടേക്ക് എത്താൻ. കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. എങ്ങനെയുണ്ട് ചിത്തു? ഹൈവേ കൂടിയാണ് പോകുന്നത്. നല്ല വെയിലാണ്. ആ ജ്യൂസ് കുടിച്ചതുകൊണ്ട് ഒരാശ്വാസമുണ്ട് അല്ലേ. ഇനി ഒരു 5 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ നമ്മൾ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക്. സിറ്റി അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. ഫൈനലി നമ്മളിവിടെ എത്താറായിട്ടോ. ഇപ്പം എത്തും, കാണിച്ചു തരാം. ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് മാറ്റാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. നാളെയാണ് കല്യാണം, ഇന്ന് ഹൽദിയാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല രസമുണ്ട് കാണാൻ. കുറച്ച് തണലൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. അതാണ് തോന്നുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അവരാദ്യം മീറ്റ് ചെയ്യും. 4ാമത്തെ റൂമിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കയറി വെക്കാം. ഹായ് ശ്രുതി, എവിടെ? അവർ മറ്റേ റൂമിൽ പുറപ്പെടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വന്ന ഉടനെ കാണാൻ പറ്റില്ല. ലഗേജ് എടുക്കാതെ റൂമിലേക്ക് പോയി. ഞാൻ എടുക്കാം ചിത്തോ, താ ഇത് ഞാൻ എടുക്കാം. ഇവിടെ എത്തിയ ഉടനെ വേഗം മാറ്റിട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഹായ്, ഇത് അമിത, ഇത് ശ്രുതി. ഹായ്. ആ അതെ, നല്ല രസമുണ്ട് കാണാൻ. ഹായ്, ഇതാണ് കല്യാണ പെണ്ണ് വർഷക്കുട്ടി. ഹായ്, നല്ല രസമുണ്ട് ഡ്രസ്സ് കാണാൻ. ഹൽദിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഞാൻ കമ്മലിന്റെ ബോക്സ് എടുക്കാൻ വിട്ടു. അപ്പോൾ പോകുമ്പോൾ ഒരു കമ്മൽ വാങ്ങിച്ചിട്ട് പോകും. ഇവിടെ ഒരു കടയിൽ വന്നതാണ്, കമ്മൽ കിട്ടി. ഇതാണ് കേട്ടോ കമ്മൽ വാങ്ങിച്ചത്. എന്തായാലും ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് വേഗം തന്നെ പോകണം. ഈ കടയിൽ കമ്മൽ മാത്രമല്ല വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇതൊന്നും ഡീറ്റെയിൽ ആയി നോക്കാൻ വേണ്ടിയുള്ള ടൈമില്ല, നമുക്ക് വേഗം പോകേണ്ടതുണ്ട്. അങ്ങനെ കമ്മലും പൊട്ടൊക്കെ വാങ്ങിച്ചു. ഇനി വേഗം അവിടെ എത്താന്നുള്ളതാണ്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലാണ് പാർക്കിംഗ് നോക്കുകയാണ്. പാർക്കിംഗ് റെഡിയായ നമ്മളവിടെ എത്തും. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയ വരുന്ന ഇവിടെ കേട്ടോ. അവിടെ നമ്മൾ വണ്ടി നിർത്തിയത്. ഹായ്, നല്ല രസമുണ്ട്. ആ ഒരു ഹായ് കൊടുക്കോ? കൊടുക്കൂല. വീഡിയോ പിടിക്കണോ? ഫോട്ടോഷൂട്ടിലാട്ടോ. എങ്ങോട്ടാ പോണേ? അവിടെ ബ്രൈഡും ഗ്രൂമും ഫോട്ടോ എടുക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ വർഷയുടെ കസിൻസ് ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഫോട്ടോ എടുക്കുകയായിരുന്നു. അപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഇത് ഗുരുവായൂർ ഹോം സ്റ്റേ ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റൊക്കെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ലവ് ബേർഡ്സാ തോന്നുന്നുണ്ട്. ചിത്തു, ഹലോ. എടാ ഇത് ഏതാ പക്ഷി? ഫോക്കസ് ആവില്ല.
ഇതേതാ പക്ഷി? ഈ കിളിക്കൂട് കാണാൻ നല്ല രസമുണ്ട് ഈ കിളിക്കൂട് കാണാൻ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. എന്താ ഗ്ലാസോ? ഇപ്പോഴോ? ഇപ്പൊ ഫോട്ടോ ഇല്ലല്ലോ. അല്ലേ? ഇപ്പൊ സ്നാക്സ് ടൈം ആട്ടോ. ഇതെങ്ങനെ എടുക്കാം? പരിപ്പുവട. സന്തോഷം ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കട്ടെ. കല്യാണ ചിക്കനോ? താന്നോ? അതിനേക്കാൾ സന്തോഷം. അങ്ങനെയല്ല വർഷം അതവള് ചോദിച്ചില്ലേ, ഞാൻ ഡാൻസേഴ്സ് ആണിത്. ഡാൻസേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ കളിക്കും. നമ്മളിവിടെ ജ്യൂസും പരിപ്പുവടി കഴിക്കാം. കല്യാണപ്പെണ്ണിന് മെഹന്തി ആട്ടോ. ഇത് കല്യാണപ്പെണ്ണ്. കല്യാണ ചിക്കനവിടെ? അതല്ല, കയ്യിലേടെ. പറ, നീ പറ. കല്യാണ ചിക്കൻ. ഇതാരാ പല്ലക്കില് വരുന്നത്? ഓക്കെ, സെറ്റ്. എല്ലാവരും ആരതിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം വീഡിയോസൊക്കെ. താങ്ക് യു, താങ്ക് യു. പ്രേമം രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീനം നൽകി ഈടം തേടും നീറക്കണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടി പാടൂ നാട്ടുമൈനേ. സ്പോട്ടിൽ 2 സ്റ്റെപ്പ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ല ഇല്ല. പക്ഷെ ഞങ്ങൾ അടിപൊളിയാണ്. അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? അടിപൊളി. അമിത, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഡാൻസ്? വളരെ നന്നായിരുന്നു. നോ വേർഡ്സ്. ഇത് എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ? എനിക്കല്ലേ കളിക്കുമ്പോ ആരുടെ മുടി മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ഞങ്ങള് പെട്ടുപോയിട്ടോ സത്യം പറഞ്ഞ. ഒന്നും അറിയാതെ കേറിയതാ. ആർക്ക് നമ്മളെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി അടുത്തതൊന്നും വരില്ലേ? ഒരു റീൽസ്, അതിന്റെ പ്രാക്ടീസ് അല്ലേ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങള് കുറച്ച് ആൾക്കാരത് അവിടെ ഇരിക്കുന്നു. എല്ലാരും പ്രാക്ടീസിലാട്ടോ. റീൽസിന്റെ പ്രാക്ടീസിലാണ്. പിന്നെ മധുരം വെപ്പായിരുന്നു. അത് വർഷയുടെ അമ്മയും ബ്രദറാണ് ആദ്യം വെച്ചത്. ഇത് ഹരിയേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അടുത്തത് ഇവരാണ് മധുരം കൊടുക്കുന്നത്. ഇത് ഹരിയേട്ടൻ്റെ പെങ്ങളും ഹസ്ബൻഡും മോനുമാണ് കേട്ടോ. ഇതാണ് വർഷയുടെയും ഹരിയേട്ടൻ്റെയും ഫാമിലി. പിന്നെ ശ്രുതിയും അമിതയും കയറി കേട്ടോ.
ഇവരെ ഇറങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഞങ്ങൾ കയറിയത്. കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റായിട്ടാണ് കയറിയിട്ടുള്ളത്. പിന്നെ വർഷ ഡയറ്റിങ്ങിലാണെന്ന് അറിയാം. എന്നാലും ശ്രുതി പറഞ്ഞു ഞാൻ മധുരം കൊടുത്തു നോക്കാം, കഴിക്കുമോ നോക്കാം വർഷ എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി മധുരം ആൾക്ക് കൊടുത്തു. പിന്നെ ഞാനും ചിത്തും കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ല വിശന്നിരുന്നു. ബ്രൈഡിനും ഗ്രൂമിനും വിശന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത്. ഏകദേശം നമ്മളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു, ക്ഷീണിച്ചു. കണ്ടോ എങ്ങനെ നടന്നിരുന്നതാ. ഓക്കെ ബൈ ഗൈസ്. ഇന്ന് ഇവിടുത്തെ ഹൽദി പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഗുഡ് നൈറ്റ്. ഇനി നാളെ കല്യാണത്തിന് കാണാം. ഗൈസ് നാളത്തെ തയ്യാറെടുപ്പാണ്. പ്ലേറ്റ് പിടിക്കുക. സമയം പക്ഷെ എത്ര മണിയായി? 1 മണിയാവുന്നു. ഇതൊക്കെ റെഡിയാക്കിയിട്ട് കാണാം. ഹായ് ഗൈസ്, ഞങ്ങളിതാ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് നിൽക്കുക കേട്ടോ. ഇപ്പം മെഹന്തി ഇടലാണ്. അമിത എനിക്കും ഇടണം, ഞാനൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ സമയം വന്നിട്ട് 2:30. അയണൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഒക്കെ സെറ്റാക്കി. നാളെ രാവിലെ ഇതെടുക്കുക, പോവാം അല്ലേ? യാ ഗൈസ് നല്ലോണം ലേറ്റായി. അതുകൊണ്ട് സ്പീഡ് നടക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടിട്ടാണെങ്കിൽ നടക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഡ്രസ്സെല്ലാം കൂട്ടി പിടിച്ചാണ് നടക്കുന്നത്. എന്നിട്ടും കാര്യം ഉണ്ടായില്ല. നമുക്ക് കല്യാണം കഴിഞ്ഞു പോയി നമ്മളവിടെ എത്തുമ്പോൾ. അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ നമുക്ക് ആ വേഷത്തിൽ അവരെ കാണാൻ പറ്റി. അതന്നെ വലിയ സന്തോഷമായി. കാരണം നമ്മൾ ഗുരുവായൂരിൽ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മനയിലേക്കാണ് പോകേണ്ടത്. ലേറ്റായി. അമ്പലത്തിൽ എത്താറായി. കേട്ടോ കാണിച്ചു. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. പുറത്തുനിന്ന് ആട്ടോ തൊഴുതത്. അകത്ത് കയറുന്നത് റിസ്ക് ആയിരുന്നു. അതിനുള്ള ടൈം നമുക്കില്ല. അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ് കേട്ടോ. പിന്നെ ഗുരുവായൂർ എപ്പോഴും തിരക്ക് തന്നെയാണല്ലോ. അവർ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ മസാല ദോശയിൽ നിന്നാട്ടോ തുടങ്ങുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ. പിന്നെ അവർ ഷോർട്സും റീൽസും ഒക്കെ എടുക്കായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. നല്ല രസം. ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിലത്തെ പരിപാടി കഴിഞ്ഞു. ഇനി മനയിലേക്ക് പോവാണ്. അതിന് മുന്നേ പൂ മേടിക്കാൻ പോവാം. നമുക്ക് പൂ മേടിക്കണം. ഞങ്ങളിന്ന് പൂ വെച്ചിട്ടില്ല. ഞാൻ വരാം. ആടാ അത് മതി. എത്ര മുളം വേണം നിങ്ങൾക്ക്? എനിക്ക് 2 മുളം. നിനക്കോ? ഞാൻ ഇതിന് എത്ര വരുന്നത്? ഇതിന് മുളം വാങ്ങിച്ചോ. അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വിട പറയാണ്. ഇനി മനയിലേക്ക് പോവാം. തളർന്നപ്പോൾ ഒരു സംഭാരം വാങ്ങിച്ചിട്ടോ. ഗൈസ് ഞങ്ങൾ മനയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കട്ടോ. കംപ്ലീറ്റ് ആയില്ല. അങ്ങനെ മനയിലേക്ക് പോവാൻ റെഡിയായി കേട്ടോ.
ഹായ് ഗൈസ്, അങ്ങനെ മനയിലേക്ക് പോകാനുള്ള ഔട്ട്ഫിറ്റൊക്കെ റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. ഒരാളത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ എല്ലാം നിൽക്കുക. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമല്ലേ ഗൈസ്. അപ്പം നിൽക്കണം. ശ്രുതി റെഡിയായോ? നല്ല രസമുണ്ട്. നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ ഒരു റൂമാണ് വരുന്നത്. എനിക്ക് റൂം ടൂർ ഒന്നും ചെയ്യാൻ അറിയില്ല, എന്നാലും ഇവിടെ ഒരു റൂം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചണാണ് ഇവിടെ. പിന്നെ ഒരു ഹാള്, പിന്നെ ഇവിടെ ഒരു റൂം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ഒരു ദിവസം അടിപൊളിയാക്കി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഓക്കെ ബൈ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. ഞങ്ങൾ ഇറങ്ങി ഇനി മനയിലേക്കാട്ടോ. ഇനി അവിടുന്ന് അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് എടുക്കാം. അങ്ങോട്ടാണ് തോന്നുന്നുണ്ടല്ലോ. എന്ത് 18 മിനിറ്റ് ആണുള്ളത്. 15 കിലോമീറ്ററാ? ഇവിടെ എത്തിട്ടോ. ഇനി ഈ വാതിൽ തുറന്ന് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തു. ഇനി ഇവിടെയാണ് പരിപാടി ഉള്ളത്. പക്ഷെ ഇപ്പം അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഡോറ് തുറന്നു തന്നിട്ടില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കല്യാണ വേഷത്തിൽ രണ്ടാളും കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ വർഷം ആഗ്രഹിച്ച പോലെ തന്നെ അടിപൊളിയായിരുന്നു പരിപാടിയെല്ലാം. നമ്മൾ മനയിലേക്ക് വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ഏരിയ, ഇങ്ങനൊരു ഫ്രെയിം അവരുണ്ടാക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ മനയിലേക്ക് കയറുന്ന 2 സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ എനിക്കിഷ്ടപ്പെട്ട ഫ്രെയിം ആ മിറർ വരുന്നതാണ് കേട്ടോ. അവിടെയായിരുന്നു ഞാൻ കൂടുതൽ സമയവും. കയറി വരുന്നിടത്ത് കല്യാണം. ഇനി ഉള്ളിലേക്ക് പോവാട്ടോ.
ഇത് ഏട്ടനെ വെൽക്കം ചെയ്യാനുള്ള താലാണ് കേട്ടോ. അടുത്തത് എൻ്റെ വർഷക്കുട്ടിക്കുള്ള വെൽക്കം ആയിരുന്നു. സോ എക്സൈറ്റഡ്.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ. പിന്നെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഫുള്ളായിട്ട് കാണാൻ. സോ അതുകൊണ്ടാട്ടോ ഇവിടെ സ്കിപ്പ് ചെയ്യാതെ എല്ലാതും അങ്ങനെ എടുത്തത്. പിന്നെ നമ്മളുടെ സദ്യ എന്ന് പറയുന്നത് സ്പെഷ്യലായിരുന്നു. പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ സദ്യയാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല. നമ്മളുടെ കലോത്സവത്തിനൊക്കെ സദ്യ വയ്ക്കത്തില്ലേ, അത് കേട്ടോ. ആ സദ്യ ആണ് നമുക്കിവിടെ കിട്ടിയത്. പിന്നെ റീൽസിന് വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. റീൽസിന് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആളെ കൂടി കുറച്ചൊരു സ്പെൻഡ് ചെയ്തപ്പോൾ. ഇതാണ് നമ്മളുടെ മന വരുന്നത്. പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്നൊരു ടൂറ് ചെയ്യാം, ഹോം ടൂർ പോലെ. ഓക്കെ, നല്ല രസമുള്ള പ്ലേസാണ് കേട്ടോ. ഏതാണ് ഈ മന, എവിടെയാണ് ഇവരെ പ്ലേസ് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് ഇടാം, വേണ്ടവർ ചെക്ക് ചെയ്യൂ കേട്ടോ. ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ, ഇതെങ്ങനെയാ, എവിടെ? ഇതാണ് നമ്മളുടെ മന. ഓക്കെ, കയറി വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇവിടെ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ. നല്ല രസമായിരുന്നു. ഹായ് വർഷ, ഹായ് ശ്രുതി. ഇവിടെ ഇങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കുളം വരുന്നുണ്ട്, അത് കാണാം. ഹായ്. കണ്ണടിച്ച്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇനി നമുക്ക് മേലെ കിടക്കാം കേട്ടോ. പെട്ടെന്നൊരു ഹോം ടൂറാണ്. അറകളൊന്നും കാണിച്ചു തരുന്നില്ല, ഇതെങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചു തരാം. ടൈം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ചിത്തൊന്ന് 4 കെട്ടല്ലേ? 4 കെട്ടാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കാം, നല്ല രസമുണ്ട്. അത് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെയല്ലേ. ഡോറ് തുറക്കാൻ പറ്റും. ആ, ഇവിടെ ലൈറ്റ്. ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരു ജനാല വരുന്നുണ്ട്. റൂം തുറന്നൊക്കെ എങ്ങനെ തുറക്കാൻ പറ്റുന്നില്ല. ലൈറ്റ്. ഇവിടെ നല്ല രസമുള്ളൊരു ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഇവിടുന്ന് ഒരു പിക്ക് വേഗം എടുക്കണം. എന്തായാലും ഞാൻ ഈ റൂം ടൂർ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഹോം ടൂർ. ഇവിടെ ഇങ്ങനെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. ഹായ് ജിത്തു. മേലെ റൂമുണ്ടോ? മേലെ ഇല്ല. എനിക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ വേണം കേട്ടോ. ആണോ? അയ്യോ, ഈ പഠിക്കട്ടെ എങ്ങനെ കയറും? ഇതൊന്ന് ബാക്കിൽ നിന്ന് എടുക്കുമോ? എനിക്ക് പറ്റുന്നില്ല. കുത്തനല്ല പഠിക്കട്ടെ.
കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ എങ്ങനെയാ കേട്ടോ. ഈ ഏറ്റവും മുകളിലുള്ള ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കാൻ നല്ല രസമുണ്ട്. ഹായ്. നല്ലൊരു മനയാട്ടോ ഇത്. യെസ്, ഓ എടുത്തരാലോ. പിക്ക് എടുക്കാൻ വിളിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാലോ. ഞാൻ പറഞ്ഞ കോള ഇവിടെ നിന്നും കാണാം കേട്ടോ. അതേ വാവേ, എപ്പോൾ വരാം. ഞാനില്ലേ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാൻ നോക്കാം. ഹായ് ഹായ് ശ്രുതി. ഓ അടിപൊളി ഫുഡ്. ഇത് മറ്റേ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ നടക്കാൻ ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ചെറിയ ഇവൻ്റൊക്കെ ഉണ്ടെങ്കിൽ, ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഭരതനാട്യം അങ്ങനെയുള്ളതൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസ് കളിക്കുമ്പോൾ നല്ല രസമുണ്ടാവും ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ മന കാണാൻ. ഇനിയും കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ അതിലേക്ക് പോട്ടെ. ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ബൈ.